നമസ്കാരം. സംസ്ഥാന ഇന്റലിജൻസ് അഥവാ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SSB സർക്കാരിന്റെ സ്വന്തം രഹസ്യ പോലീസാണ്. കേരള പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് 2 വിഭാഗമാണ്. ഒന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്, ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. എന്ത് വിവരവും അന്വേഷിച്ച് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുക എന്നതാണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതല. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് ഓഫീസ്. ഒരു DYSP ആകും തലവൻ. അടുത്തത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. സർക്കാർ നേരിട്ട് നയിക്കുന്ന ഇന്റലിജൻസ് വിഭാഗമാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്. സർക്കാരിന്റെ പ്രതികരണങ്ങളെല്ലാം SSB റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സർക്കാരിന്റെ സ്വന്തം രഹസ്യ പോലീസാണിത്. മുഖ്യമന്ത്രിക്കടക്കം നിർണായക വിവരങ്ങൾ എടുത്തു നൽകുന്നത് ഇന്റലിജൻസ് ആണ്. പലപ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും മുഖ്യമന്ത്രി പ്രതികരിക്കുക. സർക്കാരിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് നീക്കുന്നതിൽ മുഖ്യ പങ്കും SSB ആണ് വഹിക്കുന്നത്. ഇതിന് ലോക്കൽ പോലീസുമായി ബന്ധമില്ല. അതാത് ജില്ലകളിലെ ഇന്റലിജൻസ് DYSPമാർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റലിജൻസ് ADGPക്കോ മേധാവിക്കോ മുൻപാകെയാണ്. ജനങ്ങൾക്കിടയിൽ അതീവ രഹസ്യമായിട്ടാണ് ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത്. ഫീൽഡ് ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല. രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കണം. സ്വന്തമായി ഓഫീസ് ഉണ്ടെങ്കിലും അതെവിടെയാണെന്ന് അറിയാൻ പാടില്ല. വാഹനത്തിൽ പോലീസ് സ്റ്റിക്കർ ഒന്നും ഉണ്ടാകില്ല. ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ആളൊഴിഞ്ഞ മൂലയിലാകും. അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന കാര്യം ആർക്കും അറിയാനുള്ള സാഹചര്യവും നൽകില്ല. അങ്ങനെ പരമരഹസ്യമായി പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനത്തെ നാട്ടുകാർക്ക് മുന്നിൽ പാട്ടാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. പത്തനംതിട്ടയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റ് മന്ദിരം ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനം 4 ആൾ അറിയായി നടത്താനാണ് ഒരുങ്ങുന്നത്. സ്ഥലം MLAയും മന്ത്രിയുമായ വീണ ജോർജിന്റെ ഭരണ നേട്ടമായി കൊട്ടിഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ആഘോഷമായ ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇക്കാര്യം നാട്ടുകാർ അറിയേണ്ടതല്ല എന്നുള്ള കാര്യമൊക്കെ സർക്കാർ അങ്ങ് മറന്നുപോയി. ജനുവരി 24 രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. നഗരമധ്യത്തിൽ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജില്ലാ പോലീസ് ട്രെയിനിംഗ് സെന്ററിനോട് ചേർന്നുള്ള ഭൂമിയിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. ആന്റോ ആന്റണി MP, ജില്ലയിൽ നിന്നുള്ള MLAമാരായ മാത്യു T. തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, ഇന്റലിജൻസ് ADGP P. വിജയൻ, SP GL അജിത് കുമാർ, പോലീസ് സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കും. ജില്ലാ പോലീസ് മേധാവിയെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. രഹസ്യ പോലീസ് സംവിധാനം സർക്കാർ തന്നെ പരസ്യമാക്കുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ. ഈ സംവിധാനത്തിന്റെ രഹസ്യാത്മകത പോയാൽ പിന്നെ എന്തു പ്രയോജനമെന്നാണ് അവർ ചോദിക്കുന്നത്. ഭരണനേട്ടങ്ങൾ PR വർക്കിലൂടെ എത്തിക്കാൻ പാടുപെടുന്ന സർക്കാർ എന്തും ചെയ്യുമെന്നാണ് ഇത് തെളിയിക്കുന്നത്.